50 വർഷത്തിലധിക കാലമായി ഓലക്കുട നിർമ്മാണ രംഗത്ത് സജീവമായിരിക്കുന്ന മാധവിയമ്മ കണ്ണൂർ ജില്ലയിലെ മയ്യിലിനടുത്ത് ഒറപ്പടി ഗ്രാമത്തിൽ ഒറപ്പടി സ്കൂളിനടുത്തുള്ള മാധവിയമ്മയുടെ ഓലക്കുട വിശേഷങ്ങൾ നമുക്ക് കാണാം. ചേച്ചി എത്ര വർഷമായി ഈ ഓലക്കുട നിർമ്മാണത്തിലേക്ക് വന്നിട്ട്? ഞാൻ ഒരു 57 കൊല്ലത്തോളായി. എന്നുവെച്ചാൽ 57 കൊല്ലമായി. ഞാൻ ചെറുതിൽ 10 വയസ്സ് എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി. ആടുന്ന് വന്നേരെ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗമെല്ലാം ഇങ്ങനെ നോക്കി ഓല വെള്ളുവിളിക്കും, ഇല്ല് തുടക്കും, ഇങ്ങനെ കാല് ചൊറക്കും, മറ്റേ അതെല്ലാം ആക്കും. അങ്ങനെ പഠിച്ചു. പിന്നെ കുറച്ചു കാലം ഒരു ഇടവേളയായി. പിന്നെയും വീണ്ടും ഇതന്നെ തുടങ്ങി. എങ്ങനെയാണ് ഇത് പഠിച്ചത്? എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ബന്ധുക്കളെല്ലാം എൻ്റെ കൂടെ മൂത്ത തലമുറകളെല്ലാം കിട്ടും. ഞാൻ ചേച്ചി കിട്ടും, എല്ലാരും കിട്ടും. ഞാൻ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ യുക്തി കൊണ്ട് പഠിച്ചതാണ്. എന്നെ അങ്ങനെ കണ്ടുപഠിച്ചതാണ്. ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ എടുക്കും. അങ്ങനെ ഞാനും എടുത്തു പഠിച്ചു. അങ്ങനെ എടുത്തിട്ട് പഠിച്ചതാണ്. അതല്ലേ. ഒരു ദിവസം എത്ര ഓലക്കുട ഉണ്ടാക്കാൻ പറ്റും? ഓലക്കുട ഒന്നൊന്നും ആവൂലപ്പാ. ഇല്ല, ഒരു കൊടിയൊന്നും ആവൂല. 2-2.5 ദിവസം വേണ്ടി വരും. 3 ദിവസം കൊണ്ടേ പൂർത്തിയാവൂല്ലോ. ഇതിപ്പോ പറഞ്ഞ ഈ ഇല്ലി തുടക്കണം. അത് ലേശം മുരുവായിപ്പോ നാര് പൊട്ടിപ്പോ. പിന്നെ കാല് വെള്ളത്തിലിട്ട് പൊതിർത്ത് അത് ശരിയാക്കണം. പിന്നെ ഈ അതിന്റെ വളയിൽ ആ വളയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. അതിന്റെ വലിയ ഇതുണ്ടാട ഇതാ, ഇത് കുയ്വളയിൽ ഇങ്ങനെ അത് തുടക്കണം. ഇതെല്ലാം തുട കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം ഫുള്ളാവും. പിന്നെ കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം ആവും. പിന്നെ പൊതിയലും എല്ലാം കൂടെ ഒരു ഉച്ച കൊണ്ട് ഒരു 2.5 ദിവസം എന്തായാലും വേണ്ടി വരും. ഒരു കുടക്ക് മൊത്തം. അപ്പോ ഈ ഒരു കുട നിങ്ങൾ ഏകദേശം എത്ര രൂപ കിട്ടും? നമുക്ക് 1500 കിട്ടണമെന്ന് കിട്ടല് ഓരോ സ്ഥലത്തുനിന്ന്. ഓരോരുത്തർ പിന്നെ 1500 തരൂല. 1000 ദേവസ്ഥാനങ്ങളിലും വെച്ചാല് 1000 ഉറുപ്പ്യ കൊണ്ടുപോകും. കൊണ്ടുവരുന്ന ആള് ആരെങ്കിലും ഒരു നാറാത്തുന്നൊരു ഇത്ര പേരുണ്ട് കുടക്ക്. അവരെല്ലാം 1500 തരും, തന്നിട്ട് എടുത്തിട്ട് പോകും. പിന്നെ ദേവസ്ഥലത്ത് വെച്ചാൽ നമുക്ക് എന്തെല്ലോ കുറച്ച് ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. കുറച്ച് അരി, പിന്നെ ഇളനീർ, തേങ്ങ, വെളിച്ചെണ്ണ എല്ലാം കിട്ടും. ഞാൻ പിന്നെ ദൈവങ്ങൾക്ക് കണക്കൊന്നും പറയാൻ നിൽക്കില്ലപ്പ. ദൈവം കണ്ണു വെച്ചാൽ കണ്ണു കൂട്ടിയാ പിന്നെ നമുക്ക് ഇത് പണിയെടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നതിന് കണക്കൊന്നും പറയല്ല. നാട്ടിൽ നിന്ന് ഞാൻ പറയലും ചെയ്യും. പിന്നെ ഇപ്പം പറഞ്ഞിട്ടെന്നാ വേണ്ടത്, തരും. ഓരോരുത്തർ 900 തരും, ഓരോരുത്തർ 1000 തരും. കിട്ടുന്നത് വാങ്ങും. പിന്നെ പറയാന്നല്ലാണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അത് അറിഞ്ഞിട്ട് തരണം. അറിഞ്ഞിട്ട് ആൾക്കാർ ഇത്ര വിഷമമുണ്ട് എന്നിട്ട് തരണം. പുറത്ത് പണിക്ക് പോയപ്പം 1000, 700, 600, 700 ഒരു ദിവസം 3 നേരത്തെ ഭക്ഷണം കഴിച്ചില്ലേ കിട്ടുന്നത്. നമുക്കിത് ഇരുന്നാൽ ആരെങ്കിലും വെള്ളം തരാനുണ്ടാ? അതുകൊണ്ട് നമുക്കും വല്ലാതെ വിഷമമുണ്ട്. പക്ഷെ തരണം. അത് തന്നതും വാങ്ങും. ഇതിന്റെ ഈ സാധനങ്ങളൊക്കെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടാൻ ഭയങ്കര. ഇപ്പം കണ്ടില്ലേ, എൻ്റെ മോളെ ഭർത്താവാന്ന് അങ്ങനെ തളിപ്പറമ്പെന്ന് കൊടേന്റെ കാല് കൊണ്ടുവന്നത്. പിന്നെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെ കിട്ടാൻ ഇപ്പൊ ഇല്ല, അങ്ങനെ കിട്ടാൻ സാധനം. ഓരോ സ്ഥലത്തുനിന്നും ഇങ്ങനെ കുറേശ്ശെ നാട്ടിലുണ്ടെങ്കിലും കുറേശ്ശെ ഇവിടുന്ന് സംഘടിപ്പിക്കും. പിന്നെ ഓല അതെല്ലാം ഞാൻ എൻ്റെ ചേച്ചിൻ്റെ മട്ടന്നൂരിന്നും പോണം. മരുതായിന്നും കുറേ പോണം. കാട്ടിയാട്ടി എന്ന് പറയും. ആടെന്നാന്ന് ഞാൻ ഓലയും കൊത്തിയിട്ട് ഒരാഴ്ച അവിടെ പോയി നിന്ന് ഓലയെല്ലാം ഉണക്കി അതെല്ലാം കൊത്തിയെടുത്ത് വണ്ടിക്ക് വരും. വണ്ടിക്ക് വരുമ്പോൾ കൊടുക്കണം 700 രൂപ വണ്ടിക്കും കൊടുക്കണം. അതെന്റെ ഇതിന്റെ പുറമെയാണ്. ഇതെല്ലായിട്ട് വലിയ മെച്ചമൊന്നുമില്ല ഇനി. എന്നാലും പഠിച്ച തൊഴിലല്ലേ എന്നും കൊണ്ട് ഇങ്ങനെ ഇത്ര വരെ പോന്നു. ഇനി എത്ര വരെയാന്നൊന്നും പറയാൻ കഴിയില്ല. ഇത് അറിയുന്ന ആളിപ്പം കുറച്ച് കുറവല്ലേ ഉള്ളു നാട്ടില്. പിന്നെ മക്കളൊന്നും ഒട്ട് പഠിക്കുന്നുമില്ല. ആരും മുന്നോട്ട് വരുന്നു. ഞാൻ പറഞ്ഞേ, ഞാൻ ആരെ പേടിക്കും പഠിപ്പിക്കാം.
എനക്ക് കഴിയുന്ന പരമാവധി ഞാൻ പഠിപ്പിക്കാം, എനക്കാവും പോലെ. പഠിക്കാൻ ആളില്ല, പിന്നെന്നാ വേണ്ട. പിന്നെ എനിക്കൊരു മോനുണ്ട്, ഓനൊന്നും ഒട്ടും ഇനി താല്പര്യമില്ല, മോളും പഠിക്കൂല. മോനും പഠിക്കുന്നില്ല, മോളും പഠിക്കുന്നില്ല. പിന്നെ മോന്റെ ഭാര്യക്കും അത് താല്പര്യമൊന്നുമില്ല, ആർക്കും ഇല്ല. ഇപ്പൊ നമ്മളെ സ്വന്തം താല്പര്യത്തിന്റെ പുറത്ത് അങ്ങനെ അനക്ക് ഇത് ഞാൻ എപ്പാ മരിക്കുന്നവരെ മരിക്കുന്നവരെന്നല്ലപ്പ കഴിയുന്നവരെ ഞാൻ ഇത് എനക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെയാണ് എൻ്റെ ഇതിങ്ങ് പോകുന്നത്, ആഗ്രഹം അങ്ങനെ. ഇപ്പൊ ഓർഡറുകളൊക്കെ കുറെ കിട്ടാറുണ്ടോ? ഓർഡറെല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നുവെച്ചാല് വേനൽക്കാലം ഈ ഓല എന്ന് പറഞ്ഞാലുണ്ടല്ലോ 4 ദിവസം ഫുള്ളായിട്ട് ഉണങ്ങണം, ഒരു തണലില്ലാണ്ട് ഉണങ്ങണം. എന്നാലും ഒരു ഇതിപ്പം കുറച്ചൊരു ഇതായിപ്പോണ്ട കളർ വ്യത്യാസം വന്നിന്. പിന്നെ ഇത് നല്ലോണം 4 ദിവസം ഉണങ്ങിയെങ്കിലേ ഓല നിറാവുള്ളൂ. അത് രാവിലെ എടുത്ത് ചെക്കി, അത് മഴ വരുമ്പോൾ എടുത്ത് വെച്ചു, മഞ്ഞിനിടറ് അങ്ങനെയെല്ലാം ഉണ്ട്. അത് മഞ്ഞിനിട്ടാൽ പിന്നെ അത് കറുപ്പ് കളറടിക്കും, മഴ നനിയറ് അങ്ങനല്ല. അതിന്റെ വഴിയെ തന്നെ നടക്കണം. പിന്നെ വൈകുന്നേരം ആയാലും അത് എടുത്തിട്ട് ആ സമയത്തിന് എടുത്തിട്ട് പദം ഒരു തണുപ്പ് വീണാലേ എടുത്തോടും, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഓല പടം ഇങ്ങനെ ഇപ്പൊ പൊട്ടിയ ഒരു ഒന്നിനും കൊള്ളൂല, പൊട്ടിക്കൂടാ. അങ്ങനെയല്ല എന്തെല്ലോ ഇതുണ്ടപ്പോ ഇതിനെല്ലാം. ഇതൊന്നും കുറച്ചെല്ലാം ശ്രദ്ധിക്കാണ്ട കാരണം ഓരോരുത്തരും തേച്ചും തകർന്നു പോകും. ഇത് ഈ ഒരു സീസൺ ഓണത്തിന്റെ സീസൺ മാത്രമല്ല, അല്ല ഓണത്തിന് അല്ല, പിന്നെ ഇത് ഒരു തെയ്യം തറയെല്ലാം ആകുമ്പം ഇതിന്റെ സീസണാണ്. ഫെബ്രുവരിയിലാണ് തുടങ്ങുക. ഇന്നത്തെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം എനിക്ക് ഏപ്രിൽ വിഷു കഴിഞ്ഞതിന്റെ പിറ്റേന്ന് അങ്ങനെ ഒരു കുടവാണ്. പിന്നെ വേണ്ട. പിന്നെ മാവേലിക്കെല്ലാം ആരെങ്കിലും വന്ന് ചോദിച്ചെങ്കിൽ ചിലപ്പോ ചോദിച്ചെങ്കിൽ ആ കുഞ്ഞിക്കൊടയെല്ലാം എടുത്തിട്ട് കൊടുക്കുക. ഇവിടെ കൊട കെട്ടി വെക്കൊന്നും ചെയ്യില്ല. കെട്ടി സൗകര്യങ്ങൾ കണ്ടിട്ടില്ല, സൗകര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മളെ വീട് തന്നെ ഒരു സൗകര്യമൊന്നുമില്ല. ഇത് തന്നെ കെട്ടിവെച്ചാൽ ഏടിയാ വെക്കണ്ട്, കിടക്കുന്ന തലക്കൂത്തെല്ലാം കൊണ്ടുപോവാ, കിടക്കുന്ന വായിന്റെ തലക്കൂത്ത. നമുക്കൊരു വീടിന് സൗകര്യമില്ല, അതിനുള്ള ഒരു ഇതുമില്ല. ഈ സാധനങ്ങളൊക്കെ എല്ലാ കാലത്തും നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. കിട്ടും. ഈ ഇതിന്റെ മുളയും കാര്യങ്ങളും ഓലയൊക്കെ എല്ലാ കാലത്തും കിട്ടുമോ? എല്ലാ കാലത്തും ഉണ്ടാവും, പക്ഷെങ്കിൽ അത് ഉപയോഗിക്കാനാവില്ല. വർഷത്തില് ഓല കിട്ടൂല. ഓല കിട്ടും, പക്ഷെ അത് ഉണങ്ങൂല. ഓടക്കും നല്ലൊരു ഇതൊന്നും ഉണ്ടാവില്ല. എന്നാലും ഓടിയും കിട്ടും, പക്ഷെ അതിനൊന്നൊരു ഒരു ഗുണം കൂടൂല. ഇതിപ്പോ ഒരു കൂട എത്ര കാലം നിൽക്കും? കൂട നിൽക്കുവപ്പ ഇത് ഈ കൊട 11 കൊല്ലായി. 11 കൊല്ലം? എന്റെ മോളെ കുട്ടിക്ക് 1ാം പിറന്നാളിന് അമ്മമ്മ കൊടുത്ത കൊടിയാത്. അമ്മമ്മ കൊടുത്ത കൊടിയാത്. 11 കൊല്ലായി. അവൾക്ക് 11 വയസ്സ് കഴിഞ്ഞു. 12ാമത്തെ വയസ്സാണ്. അത് എവിടെയെല്ലാം പിന്നെ ബാലവാടിയുടെ എല്ലാരും കൊണ്ടുപോകും. അത് എല്ലാരും എന്ന് പറഞ്ഞാല് പിന്നെ സ്കൂളിലെ പരിപാടിക്ക് എല്ലാം എടുത്തിട്ട് പോവും. ഞാൻ കൊടുക്കും. കഴിഞ്ഞാലൊരു മാഷ് വന്നിട്ട് അങ്ങ് അന്നെ കൂട്ടിയിട്ട് പോവായിരുന്നു ഇവിടെ കൊടയെടുക്കാൻ. ഞാൻ തൊഴിലുറപ്പിന് പോനായിരുന്നു സ്കൂളിൽ നിന്ന്. ഇക്കെല്ലാം വന്നാ കൊടുക്കാം. ഈ കൊടപ്പ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കല്? ഇത് ഇപ്പോഴത്തെ കാലം തെയ്യത്തിന് കൊടുക്കും. പിന്നെ മാവേലിന്റെ കൊട, തെയ്യത്തിന് കൊട. പിന്നെ മുമ്പെല്ലാം പറഞ്ഞാല് സ്കൂളിൽ പോകുന്ന കുട്ടിയൊക്കെല്ലാം തേച്ച് ഇത് കൊടയാന്ന്. സ്കൂളിൽ നിറയും കൊടയായിട്ട് ഞാനെല്ലാം പഠിക്കുമ്പോ. ഈ കൊട തന്നെയായിരുന്നു? ആ നേരെ ഉണ്ട് കൊട. ഇത് മാത്രമായിരുന്നില്ല കൊടിയ തുണിക്കൊട ഞമ്മളൊന്നും കണ്ടിട്ടില്ല. ഈ ഓലക്കൊട മാത്രം. അത് സ്കൂളിന്റെ ഇത് അറിയാൻ തേച്ചും ഓലക്കൊടിയായിരിക്കും. ഇവിടെ അച്ഛൻ കിട്ടും. അന്നേരത്തെ ഓലയെല്ലാം പൊളിഞ്ഞു പോയാൽ ഇവിടെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മയക്കിടെ കൊണ്ടുവച്ചാല് വൈറ്റാമിൻ്റെയൊക്കെ അത് പൊതിഞ്ഞു കൊടുക്കും. അച്ഛൻ കൊടേന്റെ കൊട വെട്ടിമടിയും കൊട കെട്ടും. അങ്ങനെയാണ് അച്ഛന് പരിപാടിയായിരുന്നു. ഈ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കൊട അത് വലിയ കൊട. അത് ഇത്രേ കാലുണ്ടാവുമല്ലോ. ഇത്ര കാലരിയിൽ ലേശം പണ്ണുണ്ടാവും കാല്. അതിന്റെ ഒരു ഇങ്ങനെ നമ്മളൊരു ഒരു ഇതിപ്പം പിന്നെ 2 ചാനാണ്. അതൊരു 3-3.5 ചാൻ എടുക്കും. അത് വലിയ തലക്കൊട തലയിലിടണ്ടേ. തലക്കൊടയായിട്ടാണോ അല്ലെങ്കിൽ? തലക്കൊടിയുണ്ട്, കളക്കൊടിയുണ്ട്. തലക്കൊട വേറെയുണ്ട്, തലക്ക് തലയിലിടുന്നത്. അത് ഞാൻ കെട്ടും. പഠിച്ചിനെല്ലാം പഠിച്ചിന്. പക്ഷെ അതെല്ലാം കെട്ടുമ്പോ ഭയങ്കര വിഷമാനിപ്പിക്കാ. നടുവിനെല്ലാം വേദന കൊണ്ട് അതിന് റേറ്റ് വേണം. വെയിറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വെയിറ്റ് അങ്ങനെ കളക്കൊടേന്റെ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല തലക്കൊടക്ക്.
കാലൊന്നുമില്ലല്ലോ. മറ്റേ ചോദിച്ചപ്പോ ഈ എല്ലാ വലുപ്പത്തിലുള്ള കുടക്കും ഒരേ റേറ്റ് ആണോ? അല്ല അല്ലല്ലോ. അല്ല, കളക്കുടക്ക് അധികം, തലക്കുടക്ക് കിട്ടും അധികം. അതിനൊക്കെ പണിയും കൂടൂലേ? പണിയും കൂടും. ഈ 2.5 ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പം 3 ദിവസം ആവും. പിന്നെ ഈ കുട ഇത് നമ്മളെ 1500 കിട്ടണം എന്നാണ് നമ്മളെ ഇത്. 1500 കിട്ടലുണ്ട്. പിന്നെ ഓരോരുത്തർ തരൂല. തരാണ്ടൊക്കെ പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. അത് തരണം എന്നാണ് പറയുന്നത്. തരണം. അത് നമ്മളെ ഈ നമ്മളെ കേരള ഗണകഗണേശന്റെ സഭേനെ അതെല്ലാം പറഞ്ഞ അങ്ങനെ കിട്ടണം, കിട്ടിയിട്ടാകുമ്പോ കൊടുക്കറും എന്നെല്ലാം പറഞ്ഞു. ഞാൻ പിന്നെ കിട്ടിയെന്ന് കൊടുക്കും. ഈ പ്രദേശത്ത് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും പ്രദേശത്ത് ഈ നാട്ടിലില്ല. മുല്ലക്കൊടി ഉണ്ട്. എൻ്റെ അമ്മാമന്റെ മോള് കെട്ടും. പിന്നെ ഇപ്പൊ ആരും ഇല്ല. ഇപ്പൊ എല്ലാരും ഇങ്ങനെ പോയി നമ്മളല്ലേ ബാക്കിയില്ലോ. ഓള് ഇതിനിടയ്ക്ക് എന്തോ അവാർഡൊക്കെ കിട്ടി നിങ്ങൾക്ക്? അവാർഡെല്ലാം കിട്ടി തൃശ്ശൂര്. നാട്ടുവെച്ച അവാർഡ്. അത് ഇതിന്റെ ബേസിൽ തന്നെയാ? ഇതിന്റെ ബേസിൽ തന്നെ. എന്റെ തന്നെ കിട്ടി. തൃശ്ശൂരോളം പോയി. നമ്മള് അമ്മയും മക്കളും പോയി. അവാർഡ് കിട്ടി, തളിപ്പറമ്പ് കിട്ടി, ഇടുന്ന് അതിന്റെ ഭാഗമായിട്ട് ഇടുന്ന് കിട്ടി, ഉറപ്പടി ജിജു ആദരിച്ചു. അങ്ങനെയെല്ലാം ഓനാണ് ഫസ്റ്റ് തുടക്കം ആദരവിന്റെ. അതുകൊണ്ട് ഓൻ എന്ത് പറഞ്ഞാലും ഓൻ താരാന്ന്. അത് മാത്രം. ഓൻ എന്തെന്ന് പറഞ്ഞാലും ഇനി ഒരു കൂടെ വെറുതെ കെട്ടി കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഓനങ്ങനെ ഓനോടെയും കണക്ക് പറയാൻ നിൽക്കൂല. ഓനാണ് നമ്മളാക്കിയത്. ഓനാണ്. ഞാൻ അന്യരെ 4 ആളെ അറിയത്തൊക്കെ ആക്കിയത് ഓനാണ്. ഇപ്പൊ കുറെ ചാനലുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തില് ചാനലുകാർ വന്നിന് സെലിബ്രിറ്റിയാണ് നിങ്ങള്. ഇത് പുറത്തറിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഓർഡർ കൂടുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഓർഡർ ആരല്ലോ വിളിക്കുന്നുണ്ട്. കൊടുക്കാരല്ലോ ഇന്നലെല്ലാം വിളിച്ചിനി. പിന്നെ നാട്ടിൽ തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം ഇനി ആകുന്ന ലക്ഷണം അത്രയും 2 കുടക്കേ ഉള്ളൂ. അത് ജിജുവിന് കൊടുക്കണം. 2-3 കുട എന്റെ ഏകദേശം ഉണ്ടാവും. പിന്നെ ഇനി ഓലയെല്ലാം ഉണക്കണം. അപ്പഴത്തേക്ക് ഓണം അങ്ങ് കഴിയും. മാവേലിയും തീരും. ഇനി അടുത്ത കൊല്ലം ബാക്കി ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കാം. മുൻകൂട്ടിയെല്ലാം ഉണക്കിയിട്ട് എവിടെയും കൊണ്ടക്കാം. ഇതങ്ങനെ കൊണ്ടച്ചുകൊടുപ്പാ. ഇത് തണുപ്പ് മഴയത്തെല്ലാം വേഗം ഈ ഓല വേഗം തുരുമ്പ് പിടിക്കും. ഓട തന്നെ ഒരു കറുപ്പടിച്ചാൽ പിന്നെ ഓട കൊള്ളൂല. അതാ ഇതിപ്പം പറഞ്ഞാൽ ഇത് പിന്നെ ഒന്നിനും പറ്റൂല. കറുപ്പടിച്ചില്ലേ, അത് പിന്നെ അത് അങ്ങനെ കിട്ടൂല. നല്ല ഫ്രഷ് തന്നെ വേണം. മറ്റ് ഒന്നും നമുക്ക് കിട്ടൂല. അങ്ങനെയുണ്ട്. അങ്ങനെയല്ലാണ്. ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ അക്കാഡമിയിലെല്ലാം കൊടുത്തിട്ടില്ലേ, അതെല്ലാം അവിടെ നല്ലൊരു സഹായം എല്ലാം കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊന്നും ആകുന്ന ലക്ഷണമില്ല. എന്നുവെച്ചാൽ ഇതിനെല്ലാം കുറെ വിഷമവും പൈസയിലും ഉണ്ട്. അന്നേരം പിന്നെ അതെല്ലാം കുറച്ചൊരു ഇതുവരെ നമുക്കൊരു സഹായം കിട്ടിയിട്ടുമില്ല. ഇതുവരെ നമുക്കൊരു ഒന്നൊരു സഹായം ഒരു ആനുകൂല്യം ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇപ്പൊ തൃശ്ശൂർ പോയി എന്ന് പറഞ്ഞില്ല. തൃശ്ശൂർ പോയിട്ട് ഈ ഒരു ഇതെല്ലാം കിട്ടിയതല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നൊരു ഒന്നും കിട്ടിയിട്ടില്ല. അവാർഡ് ഇങ്ങനെ കിട്ടി, അങ്ങനെ വന്നു. അത് കഴിഞ്ഞു. അതിപ്പോ ആത്തുണ്ട്. പൈസ എങ്ങാറ്റം കിട്ടിയ തീരുമല്ല. അതാത്തുണ്ട്. പിന്നെ പുതിയ തലമുറകൾ ആരും ഇവിടെ കടന്നു വരുന്നില്ല. ഇനി ആരും പറയുന്ന ഇത് ഇതിനെ കൊണ്ട് ഒരു മെച്ചല്ലാന്നില്ല നിലയിലാന്ന് വരുന്നത്. ഇനിയിപ്പൊ ഒരു പൈസ എല്ലാം കൂടി ആണെങ്കിൽ ചിലപ്പോ പിള്ളേരെല്ലാം പഠിക്കുമായിരിക്കും. ഇത് അതുകൊണ്ട് ഒന്നും ആരും വരുന്നില്ല. ഇപ്പൊ എന്നാ ചെയ്യേണ്ടത്? അതൊന്നും വന്നിനെ ഞാൻ പഠിപ്പിക്കും. ആര് വന്നാലും ഞാൻ ആര് വന്നാലും ഞാൻ ആണുങ്ങൾ വന്നാലും പെണ്ണുങ്ങൾ ആര് വന്നാലും ഞാൻ എന്റെ പരമാവധി ഞാൻ പഠിപ്പിക്കും. ഇത് പഠിക്കാൻ മുന്നോട്ട് വരണം. വരുന്നില്ല. അതെ, മുന്നോട്ട് വരുന്ന ആളുണ്ടെങ്കിൽ വരട്ട്. അന്നേരം നമുക്ക് ഒരു ഇടയെല്ലാം എന്തെങ്കിലും ഷീറ്റെല്ലാം ഇട്ട് പഠിപ്പിക്കാം. പണി തുടരട്ടെ.